കർമ്മയോധ സിനിമയുടെ തിരക്കഥ മേജർ രവിയുടേത് അല്ലെന്ന് കോടതിയുടെ കണ്ടെത്തൽ. തിരക്കഥ പുതുപ്പള്ളി സ്വദേശിയും തിരക്കഥാകൃത്തുമായ റജി മാത്യുവിൻ്റേതെന്ന് കോട്ടയം കൊമേഴ്സ്യൽ കോടതിയുടെ വിധി. പരാതിക്കാരന് 30 ലക്ഷം രൂപയും സിനിമയുടെ പകർപ്പവകാശവും നൽകണമെന്ന് ആണ് കോടതിയുടെ ഉത്തരവ് വരുന്നത്. 12 വർഷം നീണ്ട കോടതി നടപടികൾക്ക് ശേഷമാണ് ഈ വിധി വരുന്നത്. മേജർ രവി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ കർമ്മയോധ എന്ന ചിത്രം, ആ ചിത്രത്തിൻ്റെ തിരക്കഥയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കോട്ടയം കോടതിയിൽ നിന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ തിരക്കഥ പൂർണ്ണമായി മോഷ്ടിച്ചതാണ് എന്നൊരു വിധിയാണ് കഴിഞ്ഞ ദിവസം ഈ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്തായാലും എനിക്കിപ്പം അതിൻ്റെ തിരക്കഥാകൃത്ത് റജി കൂടി ചേരുകയാണ്. ഞാൻ എഴുതിയ കഥയും തിരക്കഥയും സംഭാഷണവും തന്നെയാണ് കർമ്മയോധയുടെ ചിത്രീകരണത്തിന് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ആണ് കോടതി അസന്നിഗ്ധമായി കണ്ടെത്തിയിരിക്കുന്നത്. മേജർ രവി നടത്തിയത് ക്രൈമാണ്. തീർച്ചയായിട്ടും ക്രൈമാണ്. കോടതി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. കാരണം എൻ്റെ തിരക്കഥയിൽ ഡിസ്കഷൻ സമയത്ത് തിരക്കഥയിൽ അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതി വെച്ചിരിക്കുന്ന ഹാൻഡ് പ്രിൻസ് ഉണ്ട്. അത് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൻ്റെ ആദ്യത്തെ ഡിസ്കഷൻ വേളയിൽ അദ്ദേഹം എനിക്കൊരു 10,000 രൂപ ചെക്കായിട്ട് തന്നിരുന്നു. ആ ചെക്ക് ഞാൻ മാറിയിട്ടുണ്ട്. അത് കോടതിയിലൊരു തെളിവാണ്. പിന്നീട് അതിലൊക്കെ ഉപരി ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ കൈപ്പടയിലുള്ള ഈ സിനിമയുടെ പൂർണ്ണമായ തിരക്കഥയും വൺലൈനും കോടതിയിൽ ഹാജരാക്കിയ ശേഷമാണ് ഇതിൻ്റെ കേസ് പോലും തുടങ്ങിയത്. ഇപ്പോൾ കോടതി നിന്നിരിക്കുന്ന വിധി അനുസരിച്ച് അതിൻ്റെ പണം, റൈറ്റ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ 30 ലക്ഷം രൂപ എനിക്ക് പ്രതിഫല തുകയായി, കൂടാതെ കോടതി ചെലവും അനുവദിച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടാതെ പടത്തിൻ്റെ പൂർണ്ണമായ റൈറ്റ്സ്, അതായത് ടൈറ്റിൽ ക്രെഡിറ്റ്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ സാറ്റലൈറ്റ്, OTT, അന്യഭാഷ, അങ്ങനെ എല്ലാ വിൽപ്പനയുടെ സാധ്യതകളുടെ അവകാശം എനിക്കുണ്ടെന്ന് കോടതി കൃത്യമായും വിധിയിലൂടെ പ്രസ്താവിച്ചിട്ടുണ്ട്. ഈ കേസിന് സമയത്ത് മേജർ രവിയുടെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു? മേജർ രവി കോടതിയിൽ ധരിപ്പിച്ചത് ഞാൻ അദ്ദേഹത്തിൻ്റെ തിരക്കഥ മോഷ്ടിച്ചു എന്നുള്ളതാണ്. അതായത് അദ്ദേഹം ഷൂട്ട് ചെയ്യുന്ന ഓരോ സീനും ഷൂട്ടിങ്ങിന് ശേഷം വായുവിലേക്ക് പറത്തുമെന്നാണ് അദ്ദേഹം കോടതിയോട് പറഞ്ഞത്. അത് ഞാൻ ആ സെറ്റിൽ കടന്നുകൂടി മോഷ്ടിച്ച് ഉണ്ടാക്കിയ തിരക്കഥാ രൂപമാണ് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹാജരാക്കിയെന്നാണ് അദ്ദേഹം കോടതിയിൽ സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. മേജർ രവി സാറുമായിട്ടുള്ള എൻ്റെ ബന്ധം തുടങ്ങുന്ന കർമ്മയോധയിലല്ല. അതിനു മുമ്പ് 2010 അദ്ദേഹത്തിന് വിശുദ്ധരാവണൻ എന്ന് പറഞ്ഞ ഒരു തിരക്കഥ എഴുതിക്കൊണ്ടാണ് തുടങ്ങിയത്. പക്ഷേ ചില സാഹചര്യത്തിൽ വിശുദ്ധരാവണൻ നടന്നില്ല. അതിന് പകരം ഞാൻ അദ്ദേഹത്തിന് എഴുതി കൊടുത്ത കഥയാണ്, അല്ലെങ്കിൽ തിരക്കഥ സംഭാഷണ രൂപമാണ് കർമ്മയോധയുടേത്. തീരുമാനം സന്തോഷമുണ്ട്. കോടതിയുടെ തീരുമാനം ഞാൻ കഴിഞ്ഞ 12 വർഷമായി മലയാള സിനിമയിൽ നിന്നും ഏതാണ്ട് തുടച്ചു മാറ്റി കളഞ്ഞ അവസ്ഥയിൽ നിന്ന ഒരാളാണ്. അതിൻ്റെ ട്രോമ ഞാൻ അനുഭവിച്ചത് എനിക്ക് മാത്രമേ അറിയുള്ളൂ. എന്തായാലും ആര് നമ്മളെ വാനിഷ് ചെയ്യാൻ ശ്രമിച്ചാലും, അല്ലെങ്കിൽ അത്ര സാഹചര്യം ഉണ്ടായാലും, ബഹുമാനപ്പെട്ട കോടതി നീതിപീഠവും സത്യം കണ്ടെത്തുന്ന ഒരു ദിവസം ആകാശവാതിൽ തുറക്കുന്നത് നമുക്ക് സന്തോഷമുള്ളതായിരിക്കണമെന്ന് എനിക്കിപ്പോൾ ഉറപ്പായിട്ടുണ്ട്. എന്തായാലും മേജർ രവിക്കൊക്കെ തന്നെ വലിയ രീതിയിൽ തിരിച്ചടിയാണ് കോടതി വിധിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഈ കർമ്മയോധ എന്ന് പറയുന്ന സിനിമയുടെ തിരക്കഥ അത് പൂർണ്ണമായും പുതുപ്പള്ളി സ്വദേശിയായിട്ടുള്ള റജി മാത്യുവിനാണ് ഇത്തരത്തിലുള്ള വിധിയാണ് കഴിഞ്ഞ ദിവസം കോട്ടയം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കോട്ടയത്ത് നിന്ന് ഷിനോജ ടി, മാതൃഭൂമി ന്യൂസ്.